ശബരിമല സോപാനത്തു നിന്നും ദ്വാരപാലക മുഖങ്ങൾ അനധികൃതമായി മാറ്റി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി കൂടാതെയാണ് ദ്വാരപാലക ശില്പം മാറ്റിയത്. ശില്പം കൊണ്ടുപോയത് ഇതര സംസ്ഥാനത്തേക്കെന്നാണ് വിവരം. മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഈ അറിയേണ്ടവർ അറിയാതെ എങ്ങനെയാണ് ഇത്രയും പ്രധാനപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളൊക്കെ അപ്രത്യക്ഷമാകുന്നത്? സ്വർണം പൂശിയ ദ്വാരപാലക വിഗ്രഹങ്ങളാണ് അനധികൃതമായി ശബരിമല സോപാനത്തിൽ നിന്നും കൊണ്ടുപോയത്. ശബരിമലയിൽ നടക്കുന്ന എന്തൊരു പ്രവർത്തനങ്ങൾക്കും ശബരിമല ദേവസ്വം ബെഞ്ചിന്റെയും ഒപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയും അനുമതി ആവശ്യമുള്ളതാണ്. പക്ഷേ ഈ അനുമതി ഒന്നും കൂടാതെയാണ് ദേവസ്വം ബോർഡ് അനധികൃതമായിട്ട് ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ സ്വർണം പൂശിയ വിഗ്രഹമാണ്, സ്വർണ്ണപ്പാളികളുള്ള വിഗ്രഹമാണ് കൊണ്ടുപോയിരിക്കുന്നത്, അനധികൃതമായി കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സോപാനത്തിന് സമീപമുള്ള എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതൊക്കെ അത്രയും വലിയ കാര്യങ്ങളാണ്. അതൊക്കെ നടത്തണമെങ്കിൽ ദേവസ്വം ബെഞ്ചിന്റെയും ഒപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഒക്കെ അനുമതി വേണം എന്നിരിക്കെയാണ് ഇതൊരു അനുമതിയോ മറ്റു കാര്യങ്ങളോ അറിവോ ഒന്നും കൂടാതെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തികച്ചും ദുരൂഹതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പല ഭക്തജന സംഘടനകളുടെ ഭാഗത്ത് നിന്നടക്കം ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. സമീപ ദിവസമാണ് അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പമ്പയിൽ നടത്താൻ പോകുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഈ സ്വർണ്ണപ്പാളി ഉള്ള ഈ ശബരിമല സോപാനത്തു നിന്നും ഈ ദ്വാരപാലകന്മാരുടെ മുഖങ്ങൾ, ഈ സോപാനത്തിന്റെ ഇരുഭാഗങ്ങളിലുള്ള മുഖങ്ങൾ ഇപ്പോൾ അടർത്തിയെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്, ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ശബരിമല വിട്ട് പുറത്തേക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് ശില്പങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഈ ചന്ദ്രഗ്രഹണ ദിവസമായിരുന്ന കഴിഞ്ഞ ഞായറാഴ്ച ശബരിമല നട അടച്ച ദിവസം രാത്രിയിലാണ് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ശബരിമല വിട്ട് സന്നിധാനം വിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത്രയും ഗുരുതരമായ കാര്യമാണെന്നിരിക്കെയാണ് ഈ പ്രധാനപ്പെട്ട സോപാനത്തിന് സമീപത്തെ ശില്പങ്ങൾ തന്നെ അടർത്തി മാറ്റി കൊണ്ടുപോയിരിക്കുന്നത്. അത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടും നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ദ്വാരപാലക മുഖങ്ങൾ അടർത്തി മാറ്റി കൊണ്ടുപോയത് പിന്നീട് മറ്റ് വിഭാഗങ്ങളിൽ നിന്നാണ് ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ പോലും അറിയുന്നത് എന്നുള്ളതാണ്. നേരിട്ട് അദ്ദേഹത്തിന് അറിവ് ലഭിക്കുന്നില്ല. പല കോണുകളിൽ നിന്ന് ഇത് സംബന്ധിച്ച് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള വിവരം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ടും നൽകിയിരിക്കുന്നത്. കോടതിക്ക് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. കൃത്യമായ മറുപടി തന്നെ കോടതിയിൽ ദേവസ്വം ബോർഡിന്. ദേവസ്വം ബോർഡ് എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ വിഷയത്തിൽ? അനുമതിയോടുകൂടി, തന്ത്രിയുടെ അനുമതി അടക്കമുള്ള കാര്യങ്ങളോടുകൂടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക മുഖങ്ങളടങ്ങിയ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. ഇതിനകത്ത് മറ്റ് വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വാദം. പക്ഷേ അപ്പോഴും നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണം. അദ്ദേഹത്തിന്റെ അനുമതിയോട് കൂടി മാത്രമേ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെയാണ് പ്രധാനപ്പെട്ട സോപാനത്തിന് സമീപത്തെ സ്വർണം പൂശിയ ദ്വാരപാലക മുഖങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ദ്വാരപാലക മുഖങ്ങൾ അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ, സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയില്ലാതെ ഇത് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്ന വാദത്തിൽ എന്ത് കഴമ്പ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ശബരിമല അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള കാര്യങ്ങൾ വിവാദത്തിലിരിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു ദുരൂഹത നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഇടയിൽ നിന്നെല്ലാം വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്ന മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ്. ശരി, ശബരിമല സോപാനത്തു നിന്നും ദ്വാരപാലക ശില്പങ്ങൾ മാറ്റി സ്വർണം പൂശിയതാണ്. സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ഒന്നും മറ്റൊരിടത്തേക്ക് മാറ്റാനാകില്ല എന്നിരിക്കെ തന്ത്രിയുടെ അനുവാദത്തോടെ ഞങ്ങളത് മാറ്റിയെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഈ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വലിയ വിവാദമാവുകയാണ് ഈ വാർത്ത. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.